അതാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ സമരിയാക്കാരിയുടെ സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈശോ പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ചോദിക്കുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. പറഞ്ഞു ഹല്ലേലൂയ. പഠന ഈശോ വീണ്ടും ഈശോയോട് പറയുന്നുണ്ട്, അതായത് ഈ വെള്ളം കുടിക്കുന്നതിന് വീണ്ടും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കൽ എന്താണ് അത് പരിശുദ്ധാത്മാവാണ്, അത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ പിന്നെ അവന് ദാഹം തീരും. പിന്നെ സ്നേഹത്തിന് വേണ്ടി ആടെ പുറകെ പോവുകയല്ല, ഒരു വ്യക്തിയുടെ പുറകെ പോവുകയല്ല, ഒരാളെ പുറകെ പോയിട്ട് നമ്മൾ കെഞ്ചാൻ പോകില്ല. ഇന്നത്തെ ചില വലിയ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഉൾപ്പെടെ ഈ സ്നേഹത്തിന് വേണ്ടി ഭിക്ഷയാചിക്കുന്നത് കാണാൻ പറ്റും. അവനോട് നീ എന്നോട് എന്നെ വിളിക്കാൻ, നീ എന്നെ വിളിച്ചില്ല, ഞാൻ നോക്കിയിരുന്നില്ല, നീ അവിടെ പോയിരുന്നു, നീ എനിക്ക് സമ്മാനം തന്നില്ല, നീ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടില്ല, നീ എന്നെ നോക്കിയില്ല, നീ എന്നെ ചിരിച്ചില്ല, നീ എന്നെ മൈൻഡ് ചെയ്തില്ല. ഇതൊക്കെ കരയാണ്. കൊച്ചിനെ എല്ലാം ഉണ്ട്, സ്വർണ്ണാഭരണമുണ്ട്, വീടുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്. ഈ സ്നേഹത്തിന് വേണ്ടി ഭിക്ഷ ചോദിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ഈ വേശ്യാസ്ത്രീകളുടെ അടുക്കലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ആളുകൾ പോകുന്നു? ഈ ബൈബിളിൽ ഈ ധൂർത്തപുത്രന്റെ കാര്യം പറയുന്ന പോലെ ധൂർത്തപുത്രന് ആ പിതാവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോയപ്പോൾ പിന്നെ അവൻ പോകുന്നു, ആ സ്നേഹം നഷ്ടപ്പെട്ടു. പിന്നെ അവൻ ആദ്യം പോകുന്ന കൂട്ടുകാരുടെ അടുക്കലേക്ക്, പിന്നെ സ്ത്രീകളുടെ അടുക്കലേക്ക് പോവുകയാണ്. സ്നേഹത്തിന് വേണ്ടി പോവുക, സ്നേഹം തരണം, അതിനോട് ശരീരം കൊടുക്കാനോ ശരീരം വാങ്ങാനോ കൊടുക്കാനെല്ലാം പോവുക. ഈ അല്പനേരത്തെ സ്നേഹത്തിന് വേണ്ടി അവസാനം കാണും പന്നിക്കുഴി ചെന്നിട്ട് ഈ പന്നികൾക്ക് ഒരു തവിട് കൊണ്ട് ജീവിക്കാൻ നോക്കും. ഈ തവിട് എന്ന് വെച്ചാൽ അതാണ് അത് കാശ് കൊടുത്ത് നമ്മൾ ഈ സ്നേഹം മേടിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്ത് കാശ് കൊടുത്ത് തവിട് മേടിച്ച് കഴിക്കുന്നവർ, മൃഗങ്ങൾക്ക് നമ്മൾ തവിട് കൊടുക്കുന്ന സംഭവമുണ്ട്. അല്ലെ, പിണ്ണാക്ക് കൊടുക്കുന്ന നമ്മൾ പറയത്തില്ലേ, അങ്ങനെയുള്ള വസ്തുക്കൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് അതിന് കിടന്നു കാശ് കൊടുത്ത്. അപ്പോൾ ഇത് ശരിക്കും അപ്പോൾ ഇവര് അതായത് അവിടുത്തെ പൗരൻ ഈ പന്നികൾക്ക് വേണ്ടി കൊടുക്കുന്ന തവിട്, പന്നികൾക്ക് അപ്പോൾ അതിൻ്റെ ഭാഗം ഇവനെടുത്ത് കഴിക്കുക, അതിന് കൂടെ അപ്പോൾ കാശ് കൊടുത്ത് തവിട് മേടിച്ച്. അപ്പോൾ ഇന്നത്തെ തലമുറ കാശ് കൊടുത്താണ് ഇന്ന് പല ഈ സ്നേഹം കിട്ടാൻ വേണ്ടി രാത്രി മുഴുവനും പകൽ മുഴുവൻ കാണിച്ചു മൊബൈൽ ഫോണിലൊക്കെ കാശ് കൊടുത്ത് ഗെയിമൊക്കെ കളിച്ച് അത് ചെയ്തത്. സ്നേഹം കിട്ടുന്നില്ല, ഭയങ്കരമായ ദാരിദ്ര്യമാണ്. അത് വലിയ ദാരിദ്ര്യം കയറിട്ട് മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതുവഴിയാണ് വയലൻസ് കൂടുന്ന കാണാൻ പറ്റും, കൊലപാതകങ്ങൾ കൂടുന്ന കാണാൻ പറ്റും, ഭവന ഭേദനങ്ങൾ കാണാൻ പറ്റും, ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ തകരുന്നതിന് കാരണം സ്നേഹം കൊടുക്കാനും വാങ്ങാനും അറിയത്തില്ല. എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവത്തോട് എന്തുണ്ടാകണം? സ്നേഹമുണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഒരു ഒറ്റ മിനിറ്റ് കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു, എന്തിനും കാര്യസാധ്യത ഓടുന്ന കാരണം സ്നേഹത്തിനായിട്ട് ഓടുകയാണ്.